നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ നൂറുകണക്കിന് കൗൺസിലർമാരുണ്ട്. അതിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കൗൺസിലർ ആര് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതനായിരിക്കും. കാരണം സുഗതൻ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ വാഴോട്ടുകോണം എന്ന് പറയുന്ന ഒരു വാർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ജനപ്രതിനിധിയെ കേരളം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയതിൽ കഴിഞ്ഞ LDF സർക്കാരിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. LDF സർക്കാരും അതുപോലെ തന്നെ അവിടുത്തെ മുൻ MLA പ്രശാന്തുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്, കുടിപ്പകയാണ് ഈ സുഗതനെതിരെ കള്ളക്കേസ് എടുക്കാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ മുൻ MLA പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA പ്രശാന്താണ് ഈ സുഗതനെതിരെ കള്ളക്കേസുകൾ എടുക്കാൻ കാരണമെന്നും പ്രശാന്തും സുഗതനും തമ്മിലുള്ള വിഷയമാണ് ഇങ്ങനെ കാപ്പ കേസിലേക്ക് വരെ വളർന്നത് എന്നുമൊക്കെയാണ് BJP പറയുന്നത്. എന്തായാലും സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF നഗരസഭയിൽ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. കോൺഗ്രസും കഴിഞ്ഞ ദിവസം മുതൽ അത്തരം ചില പ്രതിഷേധങ്ങളിലാണ്. അതായത് BJPക്ക് കോർപ്പറേഷനിൽ 51 അംഗങ്ങളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ പിന്തുണയാണുള്ളത്. 50 BJP കൗൺസിലർമാരും ഒരു സ്വതന്ത്രനുമാണ് ഭരണസമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 51 പേരുടെ പിന്തുണ വേണം. കൃത്യം 51 പേരുടെ പിന്തുണ മാത്രമാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ അസാധുവാക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ കേസുകളുടെ പേരിൽ ഒരു കൗൺസിലറെ പുറത്താക്കി കിട്ടിയാൽ രാഷ്ട്രീയമായി അത് പ്രതിപക്ഷത്തിന് വലിയ ഗുണം ചെയ്യും. പ്രതിപക്ഷത്തിന് ബദൽ സമിതി ഉണ്ടാക്കാനൊന്നും കഴിയില്ല, എങ്കിലും രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യും, ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ സുഗതൻ്റെ മേലുള്ള കേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള ചില മുതലെടുപ്പുകൾ നടക്കുന്നത്. പക്ഷേ വാഴോട്ടുകോണം മേഖലയിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ആ സംഘർഷങ്ങളിലൊക്കെ ഇടപെടുന്നു. ഒരു ക്ഷേത്ര ഉത്സവ പരിപാടിക്കിടെ നടന്ന സംഘർഷത്തിൽ കൗൺസിലർ എന്ന രീതിയിൽ ഇടപെട്ടതിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അവിടുത്തെ SHOയുമായി സുഗതന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സുഗതനെ വീട് വളഞ്ഞ് അർദ്ധരാത്രി ആകാശത്തേക്ക് വെടിവെച്ച് ഭാര്യയും മക്കളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നൊക്കെയാണ് BJP വാദിക്കുന്നത്. എന്നാൽ 19ലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് സുഗതനെന്നും സുഗതനെ കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കോർപ്പറേഷനിൽ തുടരാൻ കഴിയില്ല എന്നുമാണ് CPM പറയുന്നത്. മാത്രമല്ല UDFനും അതേ അഭിപ്രായമാണുള്ളത്. സുഗതനെ പുറത്താക്കണം എന്നാണ് UDFൻ്റെയും ആവശ്യം. എന്തായാലും BJP സുഗതനെ കൃത്യമായി തന്നെ സുഗതനോടൊപ്പം നിൽക്കുന്നുണ്ട്, സുഗതനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഏതറ്റം വരെയും സുഗതനെ രക്ഷിക്കാൻ വേണ്ടി പോകും എന്ന നിലപാടിലാണ് BJP. കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാനിരിക്കുകയാണ് BJP. അതോടൊപ്പം തന്നെ സുഗതൻ്റെ അടക്കം 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കുന്നു. 19 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പിന്നീട് ചെയ്യുന്നു. സുഗതൻ ഇനിയും ചെയ്യാനുണ്ട്. 4 ആഴ്ചത്തെ സമയം മാത്രമേ കോടതി അനുവദിച്ചിട്ടുള്ളൂ. അതിലൊരാഴ്ച അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കോടതിയിൽ നിന്നും ജാമ്യമടക്കം, ഇടക്കാല ജാമ്യത്തിനടക്കമുള്ള സാധ്യതകൾ BJP ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് സുഗതനെ കഴിഞ്ഞ ദിവസം, അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്ന സുഗതനെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നത്. അത് കോടതിയിൽ ഹാജരാക്കാനാണ്. 2 കേസുകളിൽ കോടതിയിൽ ഹാജരാക്കാനാണ് സുഗതനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഒരു കേസിൽ പ്രൊഡക്ഷൻ വാറണ്ടും മറ്റൊരു കേസിൽ കസ്റ്റഡി അപേക്ഷയുമാണ് പോലീസ് കൊടുത്തിരുന്നത്. നെടുമങ്ങാട് കോടതിയിലാണ് പോലീസ് ഇന്ന് സുഗതനെ ഹാജരാക്കിയത്. സുഗതനെ ഹാജരാക്കിയപ്പോൾ കോടതിയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ് എന്ന കാര്യം പറയാതെ വയ്യ. സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നെടുമങ്ങാട് കോടതിയിൽ ഇന്നുണ്ടായത്. അതായത് സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്നു. ആരോഗ്യസ്ഥിതി എങ്ങനെ, ക്ഷീണമുണ്ടോ എന്ന കാര്യം കോടതി സുഗതനോട് ചോദിക്കുന്നു. ക്ഷീണമുണ്ട് എന്ന് കോടതിയോട് സുഗതൻ പറയുന്നു. അതനുസരിച്ച് കോടതി സുഗതനെ വൈദ്യപരിശോധന നടത്താനായി നിർദ്ദേശിക്കുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സുഗതനെ കൊണ്ടുപോകുന്ന വഴിയിൽ പോലീസ് ഒരു അതിബുദ്ധി കാണിച്ചു. അതായത് വട്ടിയൂർക്കാവ് SHO ആണ് ഇക്കാര്യത്തിൽ ഒരു അതിബുദ്ധി കാട്ടിയത്. വിയ്യൂരിൽ നിന്ന് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം, സുഗതനെ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഈ വൈദ്യപരിശോധനയ്ക്കും സുഗതനെ കൊണ്ടുപോകേണ്ടത്. എന്നാൽ താൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വട്ടിയൂർക്കാവ് SHO സുഗതനെ വണ്ടിയിൽ കൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് പോലീസ് ഇന്ന് കാട്ടിയ ഒരു വൻ അബദ്ധം. ഈ അബദ്ധം സുഗതൻ തീർച്ചയായും മുതലാക്കുകയായിരുന്നു. സുഗതനെ വണ്ടിയിൽ വെച്ച് ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സുഗതനെ മാനസികമായി സംഘർഷത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ
മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചു. വട്ടിയൂർക്കാവ് SHOയ്ക്ക് സുഗതനോട് ഒടുക്കിയാൽ ഒടുങ്ങാത്ത പകയുണ്ട് എന്ന് കേരളം ഇന്ന് പകൽ വെളിച്ചത്തിൽ കണ്ട ഒരു നടപടി കൂടിയാണിത്. സുഗതനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു, വൈദ്യപരിശോധന നടത്തി തിരികെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സുഗതൻ കോടതിയോട് ഇക്കാര്യം സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടില്ല, എന്നിട്ടും വിയൂരിൽ നിന്ന് കൊണ്ടുവന്ന സംഘങ്ങളല്ല എന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത്. തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയത് വട്ടിയൂർക്കാവ് SHO ആണ്. ആരുമായിട്ടാണോ തനിക്ക് പ്രശ്നങ്ങളുണ്ടത് അതേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആണ് ഇവിടെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത്. അദ്ദേഹം വാഹനത്തിൽ കയറ്റി മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ സംസാരിച്ചു. തൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുമെന്ന രീതിയിൽ ഭീഷണി മുഴക്കി. ഈ രീതിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നത് വരെ തന്നെ മാനസികമായി വണ്ടിയിലിരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊരു മൊഴിയാണ് സുഗതൻ കോടതിയിൽ നൽകിയത്. അതോടെ പോലീസിൻ്റെ പദ്ധതി പൊളിഞ്ഞു. 2 ദിവസം സുഗതനെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് സുഗതനെ വീണ്ടും ഭീഷണിപ്പെടുത്തുക എന്നതായിരിക്കണം പോലീസ് തന്ത്രം. ആ 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ചോദിച്ചത്. ആയുധം, അതായത് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ 2 പേരുടെ തലയ്ക്ക് കമ്പി കൊണ്ട് അടിച്ചുവെന്നും ആ ആയുധം കണ്ടെത്തണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ കസ്റ്റഡിയിൽ എങ്ങനെ വിടും അന്ന് കോടതി ചോദിച്ചു. അതായത് സുഗതൻ ഇക്കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി കോടതി പോലീസിന് നേരെ തിരിഞ്ഞു. അതിരൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ കോടതി നടത്തിയത്. അതായത് കേസിൻ്റെ ഗൗരവവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചത്. മാത്രമല്ല 2 ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയാൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രതികളോട് പെരുമാറുന്നതെങ്കിൽ ഞങ്ങൾ എങ്ങനെ കസ്റ്റഡിയിൽ പ്രതികളെ തരുമെന്ന ചോദ്യവും കോടതി പോലീസിനോട് ചോദിക്കുന്നു. പോലീസിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. കോടതി ഒരിക്കലും പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വട്ടിയൂർക്കാവ് SHO ഈ ഒരു പ്രതിയെയും കൊണ്ട് വൈദ്യപരിശോധനയ്ക്ക് പോയത്? അടിയന്തരമായി വട്ടിയൂർക്കാവ് CIO SIO കോടതിയിൽ ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ കോടതിയിൽ ഹാജരായപ്പോഴാണ് അതിരൂക്ഷമായ വിമർശനം പോലീസിനെതിരെ കോടതി നടത്തുകയും കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തത്. കേസിൻ്റെ ഗൗരവവും പ്രാധാന്യവും കണക്കിലെടുത്ത് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം, എന്ന നിരീക്ഷണം അത് അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം സുഗതൻ ഒരു സാധാരണക്കാരനല്ല. സുഗതൻ ഒരു ജനപ്രതിനിധിയാണ്, ഒരു കൗൺസിലറുടെ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ അസാധുവായിരിക്കുന്നു. ഹൈക്കോടതി അദ്ദേഹത്തോട് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഈ സാഹചര്യത്തിലാണ് ഈ കേസ് അതിലാഘവ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പോലീസിനെ കോടതി കാണുന്നത്. അതുകൊണ്ട് തന്നെ കോടതി പോലീസിന് കൃത്യമായ നിർദ്ദേശം ഈ കേസിൽ നൽകുന്നു. കേസിൻ്റെ പ്രാധാന്യവും ഗൗരവവും കണക്കിലെടുത്ത് പ്രതികരിക്കണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം 5:30 മണി വരെ ഈ ദിവസം, അതായത് ഇന്ന് 5:30 മണി വരെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ തരാം, ആയുധം പോയി കണ്ടെത്തിക്കൊള്ളൂ, 5:30ക്ക് ശേഷം കോടതിയിൽ തിരികെ ഹാജരാക്കണം എന്നാണ് പോലീസിന് കർശന നിർദ്ദേശം ഇന്നിപ്പോൾ നെടുമങ്ങാട് കോടതി നൽകിയിരിക്കുന്നത്. അതായത് 2 ദിവസത്തെ കസ്റ്റഡിയിൽ സുഗതനെ ചോദിച്ചു. 2 ദിവസം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്താനായിരുന്നു പോലീസിൻ്റെ തന്ത്രം. അത് പൊളിയുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, അതായത് 5:30 മണി വരെ മാത്രമാണ്, ഇന്ന് വൈകുന്നേരം 5:30 മണി വരെ മാത്രമാണ് സുഗതനെ കസ്റ്റഡിയിൽ നൽകിയത്. അതിനിടയിൽ തെളിവെടുപ്പോ ആയുധം കണ്ടെടുക്കലോ എന്ത് വേണമെങ്കിലും ആകാം. 5:30 എന്നൊരു സമയമുണ്ടെങ്കിൽ സുഗതൻ കോടതിയിൽ തിരികെ ഉണ്ടാകണമെന്ന കർശനമായ നിർദ്ദേശമാണ് പോലീസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ സുഗതൻ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനാണ്, നിരപരാധിയായ ജനപ്രതിനിധിയാണ് എന്ന BJPയുടെ വാദത്തിന് സാധുത നൽകുന്ന നാടകീയ രംഗങ്ങളാണ് ഇന്ന് പോലീസ് കാട്ടിക്കൂട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വട്ടിയൂർക്കാവ് SHOയുടെ പ്രതികാര ബുദ്ധി എങ്ങനെയെന്ന് കേരളം ഇന്ന് കണ്ടിരിക്കുകയാണ്. സുഗതനെ ഒരിക്കൽ കൂടി കേരളം അറിയുകയാണ്. സുഗതനോട് പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. സുഗതനെതിരെയുള്ള പോലീസിൻ്റെ ഗൂഢാലോചന ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പകൽ വെളിച്ചം പോലെ നാട്ടുകാർക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി പോലീസും CPM-ഉം കോൺഗ്രസും എല്ലാം സുഗതനെതിരെ എന്താരോപണം ഉന്നയിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. എന്തായാലും സുഗതൻ കോർപ്പറേഷനിലേക്ക് തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ് BJP. അതിന് ഇടക്കാല ജാമ്യാപേക്ഷ അടക്കം ഹൈക്കോടതിയിൽ സമീപിക്കാനുള്ള നീക്കമുണ്ട്. മാത്രമല്ല കാപ്പ ഉപദേശക സമിതിയെയും BJP സമീപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുഗതൻ കേസുകളിൽ നിന്നും, അല്ലെങ്കിൽ സുഗതനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണ് എന്ന് സ്ഥാപിക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ശരിയാണ് എന്നാണ് ഇന്നത്തെ നെടുമങ്ങാട് കോടതിയിൽ നടന്ന നാടകീയ രംഗങ്ങൾ സൂചിപ്പിക്കുന്നത്.
ന്യൂസ്.